ആരാ? ഷമീറ. എന്ത് കാര്യം? എന്ത്? ഞാനാടാ. ഉമ്മച്ച കണ്ടാ? ഷമീറ. എന്തോ ഉമ്മച്ചായ? നിനക്ക് അവരെ പറ്റി ഓർമ്മയുണ്ടോ? 10 കൊല്ലം കണ്ടായില്ലേ ഇവിടുന്ന് പോയിട്ട്. പിന്നെ നിനക്ക് എന്തിന്റെ ഓർമ്മയുള്ളത്? ഇപ്പൊ ഉമ്മായന്തരയ്ക്ക് വന്നേക്കുന്നു. ഞങ്ങൾ അറിഞ്ഞ് കാര്യങ്ങളൊക്കെ. ഉമ്മായന്തരയ്ക്ക് വന്നേക്കുന്നു. ഇവിടെ ഒന്നും ആർക്കുമില്ല. എന്തെന്ന് പറഞ്ഞ് ഇങ്ങോട്ട് കയറി വന്നത്? ഇവിടെ ആരും ഇല്ല. നിനക്ക് ഉമ്മായും ഇല്ല, ആരും ഇല്ല ഇവിടെ. നീ 10 കൊല്ലം മുമ്പ് പോയതിന്റെ അടുത്ത് കൂടെ പോ. മോനെ, എന്ത് ഇപ്പൊ വിളിച്ച് കേട്ടണോ? കുറെ കൊല്ലം മുന്നേ നാട് വിട്ട് പോയതല്ലേ. എന്ത് മിച്ചെല്ലാം മറന്നുപോയാ? മോനെ, കുറെ കാലം മുമ്പ് നാണം കെടുത്തിട്ട് പോയതല്ലേ. ബാ കേറ്, അകത്തോട്ട് വന്നാലും സംസാരിക്കും. കേറ്. കേറുക. മോന്റെ അപ്പച്ചി. മോന്റെ പേരെന്താ? എത്രയും പഠിക്കുന്ന? 5. അപ്പച്ചി അറിയോ? അറിയോ? ഇല്ല. കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു. എന്താ ഇനി ഉദ്ദേശം? ഒരു കാര്യം ചെയ്യുക, നീ എവിടെയും പോകണ്ട. ഇത്രയും നാളും കിടന്ന് അലഞ്ഞില്ലേ, നീ ഇവിടെ നിന്നാൽ മതി. ഇനി എവിടെയും കഷ്ടപ്പെടാൻ നിൽക്കണ്ട. പറ്റത്തില്ല ഷമീറ. എൻ്റെ മക്കൾ അവിടെയാ. എനിക്ക് എൻ്റെ മക്കളെ എനിക്ക് തിരിച്ചു വേണം. പക്ഷെ എവിടേക്കാ പോകുന്നത്, എങ്ങോട്ടാ പോകുന്നതെന്ന് അറിയാൻ വയ്യാത്തോണ്ട് വാശിയൊന്നും പിടിക്കാതിരുന്നു. എൻ്റെ മക്കളില്ലാതെ ഞാൻ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. എനിക്ക് എൻ്റെ മക്കളെ തിരിച്ചു കൊണ്ടുവരണം. എനിക്കൊരു സഹായമായിട്ട് നീ നിന്നാൽ മതി. എനിക്ക് വേറൊന്നും വേണ്ട. എനിക്കൊരു ജോലി അത് വേണം. നിന്നെ കൊണ്ട് പറ്റുമെങ്കിൽ എനിക്ക് ഇപ്പം തൽക്കാലം എനിക്ക് കിടക്കാനും ഒരു താമസ സൗകര്യം, ഒരു ജോലി, അതാ എനിക്ക് ആവശ്യം. പിന്നെ നിങ്ങളുടെ ഒരു സപ്പോർട്ട് ഉണ്ടായാൽ മാത്രം മതി. ഞാൻ എൻ്റെ സഹോദരങ്ങൾക്ക് ഉമ്മാടുത്തുമല്ല, പിന്നെ ഞാൻ ഇങ്ങോട്ട് പോകും. അതാ ഞാൻ ഇങ്ങോട്ട് തന്നെ വന്നത്. നിങ്ങൾ കൈവിടത്തില്ലെന്ന് തോന്നിയത് കൊണ്ടാണ് ഇങ്ങോട്ട് വന്നത്. എന്തായാലും സമാധാനമായിട്ട് കരയണ്ട. ഞാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേണം നമുക്ക് ചെയ്യാം. കുഞ്ഞുങ്ങളെ കാര്യമല്ലേ, നമുക്ക് വേണം നമുക്ക് ചെയ്തിട്ട് എന്തായാലും നമുക്കിപ്പോൾ ഫസ്റ്റായിട്ട് ഒരു ജോലിയും കാര്യങ്ങളൊക്കെ നോക്കി എന്തായാലും ഇല്ല, നമുക്ക് അതിനുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്തു തരാം. ഇനി അവൻ്റെയും ആ പെണ്ണുപിള്ളയുടെയും കാല് പിടിക്കാനൊന്നും പോകണ്ട. ഇവിടെ നിന്നില്ല, സമാധാനമായിട്ട് നില്ല. എന്തായാലും നമുക്ക് വേണം നമുക്ക് എന്താ വെച്ചാൽ ചെയ്യാം. ആദ്യം ഈ പ്രശ്നം ഉണ്ടായപ്പോഴേ ഇറങ്ങി വന്നോടായിരുന്നു. ഞങ്ങളൊക്കെ അല്ലേ ഇവിടെ ഉള്ളത്. എത്രയെന്ന് പറഞ്ഞാലും ഞങ്ങൾക്ക് തള്ളിക്കളയാൻ പറ്റുമോ? ആദ്യമേ ആ പ്രശ്നം വരുമ്പോഴേ ഇവിടെ ഇറങ്ങി വന്നിട്ടുണ്ടെങ്കിൽ ഇത്രയും വഷളാവുമായിരുന്നു. ഇനി എന്തായാലും ഇപ്പോൾ സമാധാനമായിട്ടില്ല. ഇനിയിപ്പോൾ വേറെ ഒന്നും ചിന്തിക്കുകയും വേണ്ട, ഒന്നും വേണ്ട. ഇതാരേക്കാ? നിനക്കറിയത്തില്ലല്ലേ, ഇതെൻ്റെ പെങ്ങളാ. 10 കൊല്ലമായി പോയിട്ട്. ഇനിയിപ്പോൾ എന്തായാലും നമ്മളിവിടെ കാണും കുറച്ച് ആൾ. നീ റൂമിലോട്ട് വിളിച്ചുകൊണ്ടോ.
ഹലോ. ഹലോ. എന്തേ ഞാൻ വിളിച്ചിട്ട് ഫോൺ എടുക്കാഞ്ഞ? അത് ഞാൻ കുറച്ച് തിരക്കിലായിരുന്നു. ക്യാഷ് ഇനി കിട്ടിയില്ല. ക്യാഷാ? എൻ്റെ കയ്യിലുള്ളതെല്ലാം ഞാൻ നിനക്ക് തന്നല്ലേ, പലിശയ്ക്ക് എടുത്തുവരല്ലേ തന്നത്. അങ്ങനെ പറഞ്ഞ എങ്ങനെയാ? ആ ക്യാഷ് ഇനി ഞാൻ പറഞ്ഞ 10 ലക്ഷം രൂപ സെൻഡ് ചെയ്. പൈസ ഞാൻ തന്നല്ലേ, ഇനി എന്നെ വിളിച്ച് ബുദ്ധിമുട്ടിക്കരുത്. അതൊന്നും പോരാ, ഇപ്പോൾ 10 ലക്ഷം രൂപ. ദേ, അല്ലെങ്കിൽ ഉണ്ടല്ലോ എൻ്റെ ഫോട്ടോസും വീഡിയോസും ഒക്കെ, അത് ഞാൻ പബ്ലിക് ആക്കും. ഞാൻ പറഞ്ഞ 10 ലക്ഷം രൂപ, 10 lakhs ഉടൻ തന്നെ എൻ്റെ അക്കൗണ്ടിലോട്ട് ക്രെഡിറ്റ് ചെയ്യേ. അധികം ഞാൻ വെയിറ്റ് ചെയ്യില്ലേ, ഇന്ന് വൈകുന്നതിനകം. അല്ലെങ്കിൽ നിങ്ങളുടെ ഭാര്യയ്ക്ക് ഞാൻ ആ വീഡിയോസ് എല്ലാം അയക്കും. പിന്നെ സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ പിന്നെ പിടിച്ചാൽ കിട്ടാത്ത ആളായി മാറും. ഇതിൻ്റെ പേരിൽ വല്ല കേസോ പൊല്ലാപ്പോ ഒന്നുമായി പോവരുത്. നാണം കെടാൻ പോകുന്നത് നിങ്ങൾ മാത്രമായിരിക്കും. അതുകൊണ്ട് പെട്ടെന്ന് 10 ലക്ഷം രൂപ. പെണ്ണെന്ന് പറഞ്ഞാൽ വീഴാൻ നടന്നതല്ലേ, അപ്പോൾ പെട്ടെന്ന് അയച്ചേരെ. ഇനി എന്നെ കൊണ്ട് വിളിക്കാൻ ഇടവരരുത്, ഓക്കേ? ഞാൻ നോക്കട്ടെ. നോക്കിയാൽ പോരാ, ഇന്ന് ക്രെഡിറ്റ് ചെയ്തിരിക്കണം, അല്ലെങ്കിൽ പിന്നെ പറയണ്ട. പിന്നെ ഇക്കാര്യം പുറത്തങ്ങനെ പറയുമോ വല്ല പോലീസിൽ കംപ്ലൈൻറ്റ് ചെയ്യുകയോ ചെയ്താൽ ഫലം വേറെ ആയിരിക്കും. എൻ്റെ കൂടെ കുറച്ച് ആളുകൾ കൂടെ ഉണ്ട്, അറിയാലോ. അപ്പോൾ ശ്രദ്ധിച്ചും കണ്ടും, ഓക്കേ? നീ വേറെ എന്തെങ്കിലും പോണ്ട, ഞാൻ നോക്കട്ടെ. വാങ്ങാനുള്ളടത്ത് നിന്നെല്ലാം വാങ്ങി, പലിശയ്ക്കും എടുത്ത്. ഇനി എവിടെ നിന്നും വാങ്ങാനില്ല. എന്താ ചെയ്യും? വല്ലാത്തൊരു കുരുക്കിലാ പോയി പെട്ടത്. ഒരു പെണ്ണിൻ്റെ വിളിയും മയക്കവും കണ്ടപ്പോൾ ഞാനങ്ങ് വീണുപോയി. എൻ്റെ ഈ സ്വഭാവമാണ് ഞാൻ എല്ലാത്തിലും ചെന്ന് പെടുന്നത്. ഇതങ്ങ് മാറ്റണം. ഒരു പെണ്ണ് ഫോൺ വിളിച്ചപ്പോഴും അവളെ കൊഞ്ചിക്കുഴയിൽ കണ്ടപ്പോൾ ഞാൻ അതിലങ്ങ് മയങ്ങി. എൻ്റെ ഈ സ്വഭാവം ഇനിയെങ്കിലും മാറ്റണം. വീണ്ടും ശരി ശരി. എവളെന്നെ ഭീഷണിപ്പെടുത്തണല്ലേ. ഇനി എന്തെങ്കിലും വഴി കാണണം. ഇപ്പോഴത്തെ ആവശ്യത്തിന് ഇത് മതി. വാപ്പി വാപ്പി ഒരാഴ്ചത്തേക്ക് ടൂറ് പോയിട്ട് നീ ഒരു ദിവസം കൊണ്ട് വന്നാ? നിങ്ങൾ എനിക്ക് എത്ര രൂപ തന്നെ?
എനിക്ക് നിങ്ങൾ ക്യാഷ് അയച്ചു തരാൻ എന്ത്? എന്റെ ക്യാഷ് എല്ലാം തീർന്നില്ലേ? 2 ദിവസം കൊണ്ട് ഞാൻ ബാംഗ്ലൂർ എത്തിയപ്പോ എന്റെ പൈസ മൊത്തം തീർന്ന്. നിങ്ങൾ അയക്കാൻ ഞാൻ എത്ര തവണ പറഞ്ഞതാ? എന്റെ ഫ്രണ്ട്സ് എല്ലാം ഗോവയ്ക്ക് പോയി, ഞാൻ മാത്രം ഇനി തിരിച്ചു പോകേണ്ടി വന്ന്. എന്റെ ട്രിപ്പ് പകുതി ക്യാൻസൽ ആക്കി. ഇങ്ങനൊരു ഭർത്താവ്, എന്റെ ആഗ്രഹങ്ങൾ സാധിച്ചു തരാത്ത ഭർത്താവ്. ഞാൻ അയച്ചു തന്ന പൈസ എന്ത് ചെയ്ത്? 25,000 രൂപയാ ഒരു ട്രിപ്പിനാ? അത് മതിയാ? എന്റെ ഫ്രണ്ട്സ് എല്ലാം പോയി തിരിച്ച്, അവരെല്ലാം ഗോവയ്ക്ക് പോയി. ഞാൻ ബാംഗ്ലൂർ വരെ ചെന്നിട്ട് ഞാൻ തിരിച്ചു പോരുന്ന. എന്റെ ആഗ്രഹം സാധിച്ചു തരത്തില്ല. നിങ്ങൾ എത്ര പ്രാവശ്യം ഞാൻ വിളിച്ച് ക്യാഷ് ഇടുന്ന്? എന്റെ പൈസ ഉണ്ടാ? ഞാൻ അകപ്പാട് ഇവിടെ. അയ്യേ, പൈസ ഇല്ലേ? എന്ത് പൈസ ഇല്ലാത്ത? പൈസ ഇല്ലാത്ത എന്ത്? നിങ്ങളെ കാശ് കണ്ടിട്ടില്ലേ ഞാൻ നിങ്ങളെ കെട്ടിയത്? ഇത്ര നാൾ ഇവിടെ കിടന്ന് ഓടിമപ്പണിയും ചെയ്തു, എന്നിട്ട് എനിക്ക് ട്രിപ്പ് പോകാൻ പൈസ തരാമല്ലോ. 25,000 രൂപ എന്നൊന്ന് ഇട്ടേക്കുന്ന. എവിടെ വരെ പോകാൻ പറ്റും? എന്റെ കൊല്ലി വരുന്നു. ഞാൻ തന്നെ എൻ്റെ കുഴി തോണ്ടിയത്. പണം മനുഷ്യനെ അഹങ്കാരിയാക്കുമെന്ന് പറഞ്ഞ് കേട്ടിട്ടേ ഉള്ളൂ. ഇതാ ഇതിൽ നിന്നൊക്കെ ഞാൻ എങ്ങനെ ഒഴിയുന്നത്? ഇതൊന്നും വേണ്ടായിരുന്നു. ഞാൻ പെട്ട്. സഫി, ഇവിടെ വെച്ചിരുന്ന എന്റെ ഓർണമെന്റ്സ് എവിടെ? നിങ്ങളോ പൈസ തരുന്നില്ല. എനിക്ക് പോണം നാളെ ട്രിപ്പ്. അവരെന്നെ ബാംഗ്ലൂർ വെയിറ്റ് ചെയ്യാ. എന്റെ ഓർണമെന്റ്സ് ഉണ്ട്, അതെനിക്ക് പണയം വെച്ചെങ്കിലും പോണം. അത് ഞാൻ അടുത്ത് പണയം വെച്ച്. എന്താ പറഞ്ഞ? നിങ്ങളോട് ആര് പറഞ്ഞു എന്റെ ഓർണമെന്റ്സ് എടുക്കാൻ? അതിന് നീ ഇവിടെ ഇല്ലായിരുന്നല്ലോ. സഫി, കളിക്കരുത് കേട്ടോ. മര്യാദയ്ക്ക് എന്റെ ഓർണമെന്റ്സ് ഇതാ. അത് കമ്പനി ലോഡ് വരുമായിരുന്നു, അവർക്ക് പൈസ കൊടുക്കാൻ തികഞ്ഞില്ല, അങ്ങനെ എടുത്ത് വെച്ചതാ. എനിക്ക് നാളെ പോണം. എന്റെ ഫ്രണ്ട്സ് എല്ലാം ബാംഗ്ലൂർ വെയിറ്റ് ചെയ്യാ. ഞാൻ അത് എടുക്കാൻ വേണ്ടിയാ തന്നത്. നീയോ എനിക്ക് പൈസ തന്നില്ല. വരട്ടെ, എടുക്കാം. ഇപ്പോഴും നടക്കത്തില്ല, കുറച്ച് ദിവസം എടുക്കും. 2-3 മാസം കഴിയട്ടെ. അപ്പോഴേ എനിക്ക് പൈസ വരൂ.